Hello friends, welcome to my YouTube channel Haru and Tanu. ഇന്ന് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കേര കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്കൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം. ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിനെ കേര എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നെയ്മീനോ അങ്ങനെ ഏത് ദശക്കട്ടിയുള്ള മത്സ്യവും നമുക്ക് ഉപയോഗിക്കാം. കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്ന 700 ഗ്രാം മീനാണ് ഇന്ന് എൻ്റെ കയ്യിലുള്ളത്. ഇനി ഈ മീൻ നമുക്കൊന്ന് മസാല പുരട്ടിയെടുക്കണം. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഞങ്ങൾ സാധാരണ വീട്ടിൽ തന്നെയാണ് പൊടിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ എന്നിവ നമുക്ക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിച്ച് ഇത് മിക്സ് ചെയ്യാൻ നിൽക്കണ്ട. നമ്മുടെ മീനിൽ കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നത് കാരണം കുറച്ച് ജലാംശം ഉണ്ടാകും. ഈ മസാലപ്പൊടികൾ നമുക്ക് മീനിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നോക്കാം. വേണമെന്ന് തോന്നിയാൽ മാത്രം നമുക്ക് ഇത്തിരി വെള്ളം തളിച്ചു കൊടുത്താൽ മതി. കാരണം അധികം വെള്ളമായി പോയാൽ നമ്മുടെ ഈ മസാല മീനിലേക്ക് പിടിക്കാതിരിക്കും. അപ്പോൾ നമ്മൾ മീൻ ഒന്ന് വറുത്തെടുക്കുമ്പോൾ ഈ മസാല എണ്ണയിൽ പറ്റി പോകും. ഒട്ടും തന്നെ മീനിൽ പറ്റി പിടിച്ചിരിക്കില്ല. നമുക്ക് കൈ ഉപയോഗിച്ച് ഇങ്ങനെ മീനിൽ ഈ മസാല ഒന്ന് പുരട്ടി കൊടുക്കാം. ഈ മീനിലൊക്കെ നല്ലവണ്ണം മസാല പുരട്ടിയതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് മസാല പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് നമുക്ക് ഈ മീൻ ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് ഒരു ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ അടുത്തുള്ള എല്ലാ മീനിൻ്റെ കഷ്ണങ്ങളും ഇതുപോലെ നിരത്തി വെച്ച് നമുക്ക് വറുത്തെടുക്കാം. ഫ്ലെയിം നമുക്ക് ഏറ്റവും ലോയിലാക്കിയിട്ട് മീനൊന്ന് വറുത്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചോറ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനൊരു കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ചോറ് ഊറ്റിയെടുക്കാനാണ് പോകുന്നത്. ഞാനിന്നിവിടെ കുക്കർ യൂസ് ചെയ്തെന്നുള്ളൂ. നമുക്ക് ഏത് വലിയ പാത്രത്തിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മസാല ചതച്ചത് ചേർക്കാം. നമുക്കിവിടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം, തക്കോലം എന്നിവ ചതച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളയ്ക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് സവോള വഴറ്റിയെടുക്കാം. ഞാനപ്പോൾ കുക്കർ അപ്പുറത്തെ ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് ഈ ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു ബിരിയാണി പോട്ട് വെച്ച് കൊടുക്കാം. പോട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ റിഫൈൻഡ് ഓയിലും ചേർക്കാം. ഇനി നമുക്ക് കാഷ്യൂസും ഉണക്കമുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. ഉണക്കമുന്തിരി നന്നായിട്ട് വീർത്ത് വരുമ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ നെയ്യിൽ തന്നെ നമുക്ക് കുറച്ച് ഏലക്കായ, പട്ട, ഗ്രാമ്പു, പെരിഞ്ജീരകം, തക്കോലം എന്നിവ ചതച്ചത് ചേർക്കാം. ഈ മസാല മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 15 വെളുത്തുള്ളി, 2 പച്ചമുളക് എന്നിവ നല്ലവണ്ണം അരച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം.
അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മസാലയും എല്ലാം കൂടി ചേർന്ന് വളരെ നല്ലൊരു മണമാണ് വരുന്നത്. ഈ മസാല മൂത്ത് നല്ലൊരു മണം വരുമ്പോൾ നമുക്കിതിലേക്ക് 6 സവോള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള സവോളയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്ര സവോള തന്നെ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് അധികം ഗ്രേവി ഉണ്ടാകില്ല. അപ്പോൾ നമുക്ക് നല്ല മസാല, നല്ല റിച്ച് ആയിട്ടുള്ള മസാല വേണമെന്നുണ്ടെങ്കിൽ ധാരാളം സവോള ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് ഈ സവോള മൂക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അരി വേവിക്കാനായിട്ട് നമ്മൾ വച്ചിരുന്ന വെള്ളം ഇവിടെ റെഡിയാണ്. നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കൈമ റൈസാണ്. സത്യം പറഞ്ഞാൽ ഈ ബിരിയാണിക്ക് ഏറ്റവും ടേസ്റ്റ് കൈമ റൈസാണ്. നമ്മുടെ അടുത്ത് ബസ്മതി റൈസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ക്ലീൻഡ് ആയിട്ടുള്ള 700 ഗ്രാം മീനിന് ഞാനിവിടെ 700 ഗ്രാം റൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. അരി വെന്തതിന് ശേഷം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് ചോറ് തയ്യാറാക്കിയെടുക്കാം. ഇടയ്ക്കൊന്ന് അരി വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതുപോലെ ഒന്ന് കയ്യിലെടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. റൈസ് ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. കുക്കറിനെ മൂടി വെച്ച് അടച്ചിട്ട് നമുക്ക് മുട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഊറ്റുന്നത് പോലെ വെള്ളം ഊറ്റി കളഞ്ഞാൽ മതി. നമ്മുടെ സവോള ഇവിടെ ആവശ്യത്തിന് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സവോളയ്ക്ക് നല്ലൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അര ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് 4 ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്തിട്ട് നമുക്ക് കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മൂടി വെച്ച് അടച്ച് തക്കാളി വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തക്കാളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ മസാലയിൽ നിന്ന് പകുതി മസാല നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ നിരത്തി കൊടുക്കാം. മീനിൻ്റെ കഷ്ണങ്ങൾ പൊട്ടിപ്പോകാതെ ഇതുപോലെ നമുക്ക് നിരത്തി കൊടുക്കാം. കുറച്ച് ദശക്കട്ടിയുള്ള മീനാകുമ്പോൾ അങ്ങനെ എളുപ്പം പൊട്ടിപ്പോകില്ല. മീനിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ നിരത്തി കഴിഞ്ഞു. അതിന് മുകളിലായിട്ട് മല്ലിയില, പുതിനയില, നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന കശുവണ്ടിയും കിസ്മിസും എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന റൈസ് ചേർക്കാം. റൈസ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി, ഒട്ടും തന്നെ പ്രസ് ചെയ്യണ്ട. കണ്ടോ, നമ്മുടെ റൈസ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമ്മൾ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുമ്പോൾ റൈസ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ എന്നാൽ നല്ലവണ്ണം വെന്തും നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. നമ്മൾ ആദ്യത്തെ ലെയർ റൈസ് നിരത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്തു വച്ചേക്കുന്ന മസാല നിരത്തി കൊടുക്കാം.
ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മല്ലിയില, കരിവേപ്പില, വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി, കിസ്മിസ് എന്നിവ ചേർക്കാം. അതിന് മുകളിലായിട്ട് പിന്നെയും നമുക്ക് റൈസ് വച്ചു കൊടുക്കാം. ലാസ്റ്റ് ലെയറായിട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കാഷ്യൂസും അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, കരിവേപ്പില എന്നിവ ചേർക്കാം. ഇതിന് മുകളിലായിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. ഒരു മഞ്ഞ കളറിനായിട്ട് നമുക്ക് കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതോ അഥവാ കുറച്ച് വെള്ളത്തിൽ പെർമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് കളറോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പെർമിറ്റഡ് ഫുഡ് കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. യെല്ലോ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കേസർ യെല്ലോ എന്ന് പറഞ്ഞ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുമ്പ് ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കിയപ്പോഴും അതുപോലെ തന്നെ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയപ്പോഴും ഒക്കെ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് യൂസ് ചെയ്താലും മതി കേട്ടോ. നമ്മൾ ഫിഷ് വറുത്ത പാനിൽ വല്ല എണ്ണയോ അതുപോലെ തന്നെ ആ ഫിഷ് വറുത്തതിൻ്റെ മസാലയൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു ബിരിയാണി പോട്ട് തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ലിഡ് വെച്ച് അടച്ച് കൊടുത്താൽ മതിയാകും. അതല്ല നമ്മൾ വേറൊരു ചെമ്പൊക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നതും നല്ലതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ ആവി പുറത്തേക്ക് പോകാതെ നമുക്ക് നല്ല രീതിയിൽ ദം ചെയ്തെടുക്കാൻ സാധിക്കും. ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഞാൻ 20 മിനിറ്റ് ദം ചെയ്തിട്ടുണ്ടായിരുന്നു. 20 മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. പിന്നീട് ഒരു 15 മിനിറ്റിന് ശേഷമാണ് ഞാനിവിടെ ദം തുറന്നു നോക്കിയത്. നമ്മുടെ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഒരു വലിയ പാത്രത്തിലേക്ക് നമുക്ക് ഈ ബിരിയാണി ഒന്ന് മാറ്റി നോക്കാം. ഫിഷിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിന്നിവിടെ ബിരിയാണി സെർവ് ചെയ്യുന്നത് റൈത്തയും അതുപോലെ തന്നെ നാരങ്ങ പിക്കിളിൻ്റെയും ഒപ്പമാണ്. പപ്പടവും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഒരു ഫിഷ് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് തനു. ബൈ.